ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വൃത്തത്തിലെ ശൂന്യത 11/8/2025. ഞാൻ എന്നെ നിരീക്ഷിക്കണം, അതിന് ഞാൻ തന്നെ എന്നെ നിരീക്ഷിക്കണം. അതിന് മറ്റാർക്കും സഹായിക്കുവാനാവില്ല. എന്തിന് നിരീക്ഷിക്കണം എന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും വൃത്തത്തിലെ ശൂന്യതയിലൂടെ നിരീക്ഷണത്തിൻ്റെ പ്രസക്തി എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ എങ്ങനെ നിരീക്ഷിക്കണം? എന്നിൽ നിരീക്ഷണം സംഭവിക്കുന്നുണ്ടോ? എനിക്ക് അതിന് സാധിക്കുമോ എന്നെല്ലാമായിരിക്കും മനസ്സിന് തോന്നുന്ന അടുത്ത സംശയം. അതിന് വളരെ എളുപ്പത്തിലുള്ള ഉത്തരം ഉണ്ട്. വായ് നോക്കാറുണ്ടോ? അത് മനസ്സു കൊണ്ടുള്ള നിരീക്ഷണമാണ്. അതുകൊണ്ടാണ് വായ് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ പറയുന്നത്. വായ് നോക്കുവാൻ അറിയാമെങ്കിൽ നിരീക്ഷണവും സാധ്യമാണ്. നിരീക്ഷകന്റെ വായ്നോട്ടമാണ് നിരീക്ഷണം. ഒരു വ്യത്യാസം മാത്രം. ഈ നിരീക്ഷണത്തിൽ അഭിപ്രായമോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടാകില്ല. അങ്ങനെയുള്ള നിരീക്ഷണം നമ്മളിൽ നടന്നാൽ നമ്മളിൽ നടക്കുന്ന പല രംഗങ്ങളും കണ്ടറിയുവാനാകും. മനസ്സ് നടത്തുന്ന പരാക്രമങ്ങൾ, വാദപ്രതിവാദങ്ങൾ, ആവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ തുടങ്ങിയവ, ഇങ്ങനെയുള്ള പലതും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നല്ലതിനെ നല്ലതെന്ന് പറയുവാൻ നമുക്കറിയാം. പക്ഷേ ഇഷ്ടമില്ലാത്തയാൾ നല്ലത് ചെയ്താലോ നല്ലതെന്ന് പറയുമോ? അതുപോലെ ഇഷ്ടമുള്ള ആൾ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് എന്താണെന്നറിയാമെങ്കിലും അതിനെ തെറ്റായി കാണാതെ കണ്ണടയ്ക്കുവാനും കഴിയുന്നത് മനസ്സിൻ്റെ ഇരട്ടത്താപ്പാണ്. ഇതെല്ലാം നിരീക്ഷിക്കുമ്പോഴേ അറിയൂ. മനസ്സിൻ്റെ അവസരവാദങ്ങൾ. തനിക്കനുകൂലമായതിനോട് ഒരു നിയമവും തനിക്ക് പ്രതികൂലമായതിനോട് മറ്റൊരു നിയമവും. നിരീക്ഷകൻ ഒന്നിനെയും തരം തിരിക്കാതെ എന്നാൽ ഇതാണ് നടക്കുന്നതെന്ന് മാറി നിന്ന് കണ്ടറിയുന്നു. നിരീക്ഷകൻ ശക്തമാകും തോറും മനസ്സിൻ്റെ ഇത്തരം ചപല സ്വഭാവങ്ങൾ കുറയുന്നതായി കാണാം. എന്താണ് കാരണം? സത്തയുടെ ഗുണം നിരീക്ഷകനുണ്ടെങ്കിൽ നിരീക്ഷകൻ നിരീക്ഷിക്കുന്ന മനസ്സിനും ആ ഗുണം വരാതിരിക്കുമോ? നിരീക്ഷിക്കുമ്പോൾ അവിടെ ഉപദേശിക്കുന്നവൻ ഇല്ല, അനുസരിക്കുന്നവന് ഇല്ല. പക്ഷേ മാറ്റങ്ങൾ ധാരാളമായി നാം അനുഭവിച്ച് തുടങ്ങും. അതിന് കാരണം മനസ്സിൻ്റെ കാട് മേയൽ കുറഞ്ഞ് ഈ നിമിഷത്തിൽ വർത്തിക്കുകയാണ് എന്നതാണ്. മനസ്സിനെ മാത്രമല്ല നിരീക്ഷിക്കേണ്ടത് എന്നറിയുക. നിരീക്ഷകന് എല്ലാം നിരീക്ഷണ വസ്തു തന്നെയാണ്. മനസ്സ് എല്ലാറ്റിനോടും എല്ലാ വസ്തുവിനോടും ഒട്ടിയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ആ വസ്തുക്കൾ ഒന്നും മനസ്സിനോട് ഒട്ടിയല്ല നിലനിൽക്കുന്നത്. ഈ സത്യം മനസ്സിലാവുന്നത് നിരീക്ഷണം ചെയ്യുമ്പോഴാണ്. ഇനി ജീവനുള്ളവയോട് മനസ്സ് എങ്ങനെ ഒട്ടിനിൽക്കുന്നു എന്ന് നോക്കാം. ഒരു കാമുകൻ കാമുകിയെ തിരയുന്നത് തൻ്റെ സങ്കല്പത്തിലുള്ള ആളെ നോക്കിയിട്ടാണ്. അപ്പോഴും അവൻ അവളെ കാണുന്നില്ല. പകരം തൻ്റെ സങ്കല്പത്തെയാണ് അവളിൽ കാണുന്നത്. അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഉൾക്കൊള്ളുവാൻ അവന് കഴിയുകയും ഇല്ല. സങ്കല്പങ്ങൾ ഇല്ലാതെ എല്ലാം മനസ്സിലാക്കുവാനാണ് നിരീക്ഷണം. അതാണ് യഥാർത്ഥ ബോധക്കാഴ്ച, ഒരു ബോധിയുടെ നേർക്കാഴ്ച. ഹരി ഓം. ഇന്ന് 11 ഓഗസ്റ്റ്. വൃത്തത്തിലെ ശൂന്യത
വീണ്ടും നിരീക്ഷകനെ കുറിച്ച് തന്നെയാണ്. നിരീക്ഷണത്തിനെ കുറിച്ചാണ്. ഇവിടെ വീണ്ടും മനസ്സ് എന്തോ തടസ്സങ്ങൾ സൃഷ്ടിക്കാം, പിന്നെ നിരീക്ഷണം ചെയ്യാതിരിക്കാനുള്ള കാര്യം വീണ്ടും ഇതിനകത്ത് ഗുരുജി പ്രതിപാദിക്കുന്നുണ്ട്. മനസ്സിന് ഒരേ സമയത്ത് ബാഹ്യ ലോകവും ആന്തരിക ലോകവും, അതായത് മനസ്സിന്റെ ആന്തരിക ലോകവും ബോധ്യം ആകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിൽ എന്ത് പൊന്തി വരുന്നോ അതിനെ നോക്കി കാണേണ്ടതാണ്. മനോവൃത്തികൾ പ്രബലമായിരിക്കുമ്പോൾ തന്നെ, അതായത് ആ വർത്തമാന കാലത്തിൽ തന്നെ ഈ നിമിഷത്തിൽ നിരീക്ഷണം ചെയ്യേണ്ടതാണ്. 2 ദിവസങ്ങളുടെ വൃത്തത്തിലെ ശൂന്യതയിൽ ഈ കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിശീലനം ആവർത്തിക്കുമ്പോഴാണ് മനസ്സ് നിശ്ചലം ആയിക്കൊണ്ട് ആന്തരിക ബോധതലം ഉണർന്നുകൊണ്ട് ഇരിക്കുകയുള്ളൂ. വൃത്തത്തിലെ ശൂന്യത എന്ന രചനകളിൽ ആന്തരിക നിരീക്ഷണത്തിന്റെ സൂക്ഷ്മതലത്തിനെ കുറിച്ച് ഇത്രയും വിശദമായി പ്രതിപാദിച്ചിട്ടും ചിലർക്ക് സംശയമുണ്ടാകും. എന്നിൽ നിരീക്ഷണം നടക്കുന്നുണ്ടോ, എനിക്ക് അത് സാധിക്കുമോ എന്നൊക്കെ. ആ തോന്നൽ മാറാനായി ഗുരുജി ഒരു ഉപായം പറഞ്ഞു തരുന്നുണ്ട്. അത് ഒരു സാങ്കല്പിക തലത്തിൽ നോക്കണം. പിന്നെ മനസ്സിന്റെ നിരീക്ഷണം, അതിങ്ങനെയാണ് ഗുരുജി പറയുന്നത്. മനസ്സിന്റെ നിരീക്ഷണം വായിനോട്ടമാണെങ്കിൽ പിന്നാലെ അഭിപ്രായവും വരും. മനസ്സിന്റെ നിരീക്ഷണം വായിനോട്ടം ആണെങ്കിൽ നിരീക്ഷകന്റെ വായിനോട്ടം ആയിരിക്കും നിരീക്ഷകന്റെ നിരീക്ഷണം. ഇത് കേൾക്കുമ്പോ തന്നെ നമ്മൾ അങ്ങ് വല്ലാതങ്ങായി പോകും, മനസ്സിനെ ഡ്രോപ്പ് ചെയ്യണം. പക്ഷെ അങ്ങനെയൊന്നും മനസ്സ് പോകൂല, അത് പിന്നെ പൊന്തി വരും. അപ്പൊ ഈ നിരീക്ഷകന്റെ നിരീക്ഷണം ചെയ്യുമ്പം അവിടെ അഭിപ്രായവും ഉണ്ടാവില്ല. അഭിപ്രായം എന്നല്ല, താരതമ്യമോ വിലയിരുത്തലോ ഒന്നും ഉണ്ടാകാത്ത ഒരു തലമാണ്. നിരീക്ഷകന്റെ നിരീക്ഷണത്താൽ മനസ്സിന്റെ വേറെ പ്രവർത്തനങ്ങൾ, ക്രമീകരണങ്ങൾ കണ്ടറിയാൻ പറ്റും. ഉദാഹരണം, വാദപ്രതിവാദങ്ങൾ, ആവർത്തനങ്ങൾ, പ്രതിഷേധങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ മനസ്സിന്റെ ഇതാണ് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പറഞ്ഞ ചില തടസ്സങ്ങൾ. മനസ്സ് ഇരട്ടത്താപ സ്വഭാവം സൃഷ്ടിക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധിക്കും. അംഗീകരിക്കറിയാം, മനോതലത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഇഷ്ടമില്ലാത്ത ഒരാള് നല്ലത് ചെയ്താലും അഭിനന്ദിക്കാതെ ഇരിക്കുന്നത് കാരണം മനസ്സ് തന്നെയാണ്. അതുപോലെ ഇഷ്ടമുള്ള ആള് തെറ്റ് ചെയ്താൽ അതിനെ കാണാത്ത പോലെ പെരുമാറ്റം മനസ്സ് സൃഷ്ടിക്കുന്നതാണ്. ഇത്തരം പല പക്ഷാഭേദത്തോടെയുള്ള പെരുമാറ്റം മനസ്സ് സൃഷ്ടിക്കുന്നത് നിരീക്ഷിച്ച് അറിയാൻ പറ്റുന്നതാണ്. നിരീക്ഷകൻ ശക്തനാകുമ്പോൾ മാത്രം മനസ്സിന്റെ ചഞ്ചലത കുറഞ്ഞു വരികയുള്ളൂ. അപ്പൊ അത് ആണ് നമ്മൾ പരിശീലിക്കണം എന്ന് പറയുന്നത്. എപ്പോഴും പിന്നെ നമ്മൾ ആ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഒരു പടി മുകളിലോട്ട് പോകണമെങ്കിൽ ആ ബോധതലത്തിലോട്ട് പോകേണ്ടതാണ്. അതാണ് നിരീക്ഷകന്റെ നിരീക്ഷണത്തിൽ തലത്തിൽ നിൽക്കേണ്ട എന്ന് പറയുന്നത്. ആ ബോധതലം ഉയർന്നു നിൽക്കണം. നിരീക്ഷകൻ ഉപദേശിക്കുന്നില്ല, ചൂണ്ടിക്കാണിക്കുന്നില്ല എങ്കിലും
നിരീക്ഷകന്റെ നിരീക്ഷണം പ്രബലം ആകുമ്പോൾ ബോധവികാസം ഉണ്ടായി സ്വാഭാവികമായി മനോവൃത്തികൾ അടങ്ങുമ്പോൾ നിശ്ചലമായ, അതായത് ധ്യാനാത്മക മനസ്സായി പരിണമിക്കും. ആ പഴയ മനസ്സ് നമ്മൾ അങ്ങനെ പരിണമിക്കും. പിന്നെ അപ്പൊ അങ്ങനെ വരുമ്പം മൈൻഡ് നമുക്ക് ആ ഒരു തലത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മുടെ എനിമി ആകാം അല്ലെങ്കിൽ നമ്മുടെ മിത്രമാകാം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് മാറ്റിയെടുത്താൽ ആ മൈൻഡ് ഇൻഫിനിറ്റ് ആകുമ്പോൾ നമ്മുടെ മിത്രമായിട്ട് തന്നെ മാറും. ഈ നിമിഷത്തിൽ നിൽക്കാൻ വർത്തിക്കാനും സഹായിക്കുന്നു നിരീക്ഷകൻ. പിന്നെ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവിനെയും നിരീക്ഷകൻ നിരീക്ഷിക്കുന്നു. വേറെ ഒരു സത്യവും നിരീക്ഷണം വഴി തെളിയുന്നത് മനസ്സാണ് വസ്തുവിനോട് ഒട്ടുന്നത്, അല്ലാതെ വസ്തു അല്ല മനസ്സിനെ ബന്ധിപ്പിക്കുന്നത്. ഒരാള് അവന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന സങ്കല്പങ്ങളിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയുമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവന്റെ മനസ്സിൽ എന്താണോ സങ്കല്പിച്ചത് ആ സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുമായിട്ട് അടുക്കുമ്പോൾ ആ സങ്കല്പത്തിന് വിരുദ്ധമായി എന്തെങ്കിലും അനുഭവിക്കുവാണെങ്കിൽ അത് അവനെ വല്ലാതെ പിന്നെ ആക്കുന്നുണ്ട്. അവന് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്ന് വല്ലാത്തൊരവസ്ഥയിൽ അവനെ എത്തിക്കുന്നതാണ്. സങ്കല്പങ്ങൾ ഇല്ലാത്ത ഒരു കാഴ്ച ആണ് ഉണ്ടാവേണ്ടത്. സങ്കല്പങ്ങൾ ഇല്ലാതെ ബോധമണ്ഡലത്തിൽ നിന്ന് ഗ്രഹിക്കാൻ ആണ് നിരീക്ഷകന്റെ നിരീക്ഷണം. അങ്ങനെയാണ് ഒരു ബോധക്കാഴ്ച അല്ലെങ്കിൽ ഒരു ബോധിയുടെ നേർക്കാഴ്ച ഉണ്ടാകുന്നു. The true perspective of the enlightened. എല്ലാ സാധകർക്കും ബോധപ്രാപ്തത്തിനാൽ ആ ബോധക്കാഴ്ചയിലേക്ക് നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരിയും. ഹരിയും. നമുക്ക് നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ പറയുക, നമുക്കെപ്പോഴും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനും പറയാനും വിശകലനം ചെയ്യാനും കുറ്റം പറയാനും വലിയ ഇഷ്ടമാണ്. ഇത് ഒരു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്വഭാവമാണ്, ഒരു ബേസിക് ക്യാരക്ടറാണ്. എന്നാൽ ഈ മറ്റുള്ളവരെ പറ്റി പറയുന്ന ഇതൊക്കെ നമ്മളെപ്പറ്റി ചെയ്യുമോ? ഈ കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഭൂരിഭാഗം പേരും അത് ചെയ്യില്ല. കാരണം എനിക്ക് എന്നെയാണ് ഇഷ്ടം, ഞാൻ മാറാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എനിക്ക് മാറ്റാനായിട്ടൊന്നുമില്ല, ഞാൻ പെർഫെക്റ്റ് ആണല്ലോ. മറ്റേ ആളാണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളാണ് മാറേണ്ടത്, സമൂഹമാണ് മാറേണ്ടത്, ഞാൻ അല്ല. ഈ കാഴ്ചപ്പാടാണ് ഭൂരിഭാഗം ആൾക്കാർക്കുള്ളത്. ഒരു 99% ആൾക്കാർക്ക് ഇത് തന്നെയെന്ന് പറയാം. അപ്പം അതിന് കാരണം ഈ സ്വയം നിരീക്ഷിക്കാൻ തയ്യാറാത്തത് കൊണ്ടല്ലേ. മനസ്സിൽ മാത്രം ചുരുങ്ങി സ്വാർത്ഥതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത്. മനസ്സിന് നിരീക്ഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഈ നിരീക്ഷിക്കാനും ഇഷ്ടമില്ലാത്തത്. അതിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പുറത്തെ വസ്തുക്കളെയും വ്യക്തികളെയും നിരീക്ഷിച്ച് കുറ്റവും കുറവും പറയാമെങ്കിൽ സ്വയം നിരീക്ഷിക്കാനും നമുക്ക് സാധിക്കും.
സ്വയം നിരീക്ഷിക്കുന്നത് മനസ്സുകൊണ്ടാണെങ്കിലോ അവിടെ നമ്മൾ ന്യായീകരിക്കും. ആ വ്യാഖ്യാനങ്ങളായിരിക്കും കൂടുതൽ ഉയർന്നു വരുന്നത്, കുറ്റപ്പെടുത്തലുകളായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മളുടെ തെറ്റും ശരിയും ആയിരിക്കില്ല അവിടെ പറയുന്നത്, ന്യായീകരണങ്ങൾ മാത്രമായിരിക്കും മനസ്സിനോടൊപ്പമാണെങ്കിൽ. നിരീക്ഷകനാണ് നിരീക്ഷിക്കുന്നതെങ്കിലോ അവിടെ വ്യാഖ്യാനങ്ങളോ വിലയിരുത്തലുകളോ ഒരു തരത്തിലുള്ള ഭിന്നതയോ ഉണ്ടാവില്ല. നിരീക്ഷണം മാത്രമേ നടക്കുകയുള്ളൂ, അവിടെ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം മനസ്സ് സദാ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം ബോധപ്രാപ്തനായിട്ടുള്ള ഗുരു എപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ നിരീക്ഷിക്കുക എളുപ്പമല്ലേ എന്നാണ്. അപ്പം നിരീക്ഷകൻ്റെ കണ്ണിലൂടെ നമ്മളെ കാണാൻ ശ്രമിച്ചാൽ മനസ്സിൻ്റെ ഈ പൊള്ളത്തരങ്ങളെ ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരും. മനസ്സിനുള്ള മമതയും ഇഷ്ടവും അനിഷ്ടവും വെറുപ്പും സ്നേഹവും തുടങ്ങിയ എല്ലാം അതിൻ്റേതായ പല പല സാഹചര്യങ്ങളിൽ അത് അനുസരിച്ചുള്ള പ്രതികരണങ്ങളും ഇതെല്ലാം നമ്മളിൽ തന്നെ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും, അത് അനുഭവിച്ച് തിരിച്ചറിയാൻ സാധിക്കും നമ്മളെ തന്നെ നോക്കിയാൽ. അപ്പോൾ അതാണ് നമ്മൾ ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധകനായിക്കോട്ടെ, കോസാധകനായിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു രീതി ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളൊന്ന് പറയാൻ ആദ്യം മടിക്കും. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് അദ്ദേഹവുമായിട്ടൊരു മമതാ ബന്ധമുണ്ട്, നമ്മുടെ സുഹൃത്തുമായിട്ട്. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ, അത് അദ്ദേഹത്തിന് വിഷമം വന്നാൽ, എന്നോട് സംസാരിക്കാതിരുന്നാൽ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് ആ ബന്ധം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സുഖിപ്പിച്ച് സംസാരിക്കും, അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടില്ല എന്ന് നടിക്കും, അതിന് തിരുത്താൻ ശ്രമിക്കില്ല ചിലപ്പോൾ. അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഉപകാരം ചെയ്ത വ്യക്തിയല്ലേ, ഞാൻ എന്തിന് വെറുതെ പറഞ്ഞ് മുഷിപ്പുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് കണ്ണടയ്ക്കും. എന്നാൽ ശരിക്കും ഒരു രീതിയിൽ നോക്കിയാൽ, ഒരു നിരീക്ഷകൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധകൻ്റെ രീതിയിൽ നോക്കിയാൽ, നമ്മളത് ആ വ്യക്തിയോട് ചെയ്യുന്നൊരു ദ്രോഹമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ്? ഒരു തെറ്റിലേക്ക് നമ്മൾ കൂടി വഴിവെച്ച് കൊടുക്കുകയാണ്. തിരുത്താനുള്ള അവസരം, അല്ലെങ്കിൽ പറഞ്ഞ് മാറ്റി, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ളൊരു അവസരം കൂടി അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും വരാം, നമ്മളൊരു നല്ലത് ഉദ്ദേശിച്ച് പറഞ്ഞാലും. പക്ഷെ അങ്ങനെ പല പല രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണങ്ങൾ ഇങ്ങനെ വരും. അത് സ്വാഭാവികമായിട്ടും ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. ഇപ്പം ഈ നിരീക്ഷകൻ എല്ലാത്തിനെയും ഈ മനസ്സിൻ്റെ ഈ കള്ളത്തരങ്ങൾ, പൊള്ളത്തരങ്ങൾ, ഇരട്ടത്താപ്പുകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് തരികയാണ് ചെയ്യുന്നത്. വ്യാഖ്യാനങ്ങളില്ലാതെ, വിശകലനങ്ങളില്ലാതെ, മറയില്ലാതെ പൂർണ്ണമായിട്ട് നമ്മളെ കാണിച്ചു തരികയാണ്. നിരീക്ഷകനെ ശക്തിപ്പെടുത്തുന്നതനുസരിച്ച് നമ്മളിൽ സ്വാഭാവികമായിട്ട് പരിണാമം സംഭവിക്കുന്നു. ഇപ്പം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അപ്പം ഈ പഴഞ്ചൊല്ല് പ്രസക്തമാവുന്നത് ഇവിടെയാണ്. അതായത് ഒട്ടലില്ലാതെ സത്യയോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷകൻ നമ്മളെ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിൽ ആ ഗുണങ്ങൾ പ്രകടമാകുന്നത് കൊണ്ടാണ് നമ്മളിലും പരിണാമം സംഭവിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഗുണം നമ്മളിലും സംഭവിക്കുന്നു. അപ്പം പരിണാമം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ സംഭവിക്കുന്നു. മനസ്സ് അതിൻ്റെ ഓട്ടം കുറച്ച് ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പം സ്വയം നിരീക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കും, പ്രകൃതിയെ നിരീക്ഷിക്കും. കാരണം നമ്മുടെ ഉള്ളിലെ സ്വാഭാവികത തന്നെയാണ് ബാഹ്യമായിട്ടുള്ള ഈ പ്രകൃതിയിലുള്ളത്. ഇപ്പം പ്രകൃതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മളിലും സംഭവിക്കുന്നുണ്ട്. വ്യത്യാസം എത്രയേ ഉള്ളൂ. എന്താണ്? നമ്മുടെ മനസ്സിന്
ഒട്ടലുകളുണ്ട്. എന്നാൽ പ്രകൃതിക്ക് ഒന്നിനോടും ഒട്ടലുകളില്ല. മനസ്സ് പ്രകൃതിയിലെ വസ്തുക്കളുമായി ഒട്ടലിലാണ്, മമതാബന്ധത്തിലാണ്. എന്നാൽ പ്രകൃതിയോ അതിൻ്റെ സൃഷ്ടികളിൽ യാതൊരു ഒട്ടലും ഇല്ലാതെ ആ സ്വാഭാവികതയിൽ നിരീക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്. മനസ്സ് സങ്കല്പങ്ങളിലും അല്ലെങ്കിൽ സങ്കല്പങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും പ്രകൃതിയെ കാണുന്നു. ആ സങ്കല്പങ്ങളിൽ വ്യത്യാസം വന്നാലോ മനസ്സ് അസ്വസ്ഥമാകും, മനസ്സ് തള്ളിപ്പറയും. മനസ്സ് കാണുന്ന ലോകം ചുരുങ്ങുകയാണ് അപ്പോഴും. അപ്പം ഇടുങ്ങിയ ചിന്താഗതി മനസ്സിനെ സംഘർഷാവസ്ഥയിലെത്തിക്കും. മനസ്സിൻ്റെ ലോകത്ത് നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. ആ ചുരുങ്ങുന്നോട് എത്രത്തോളം നമ്മൾ ചുരുങ്ങുന്നോ അത്രത്തോളം നമ്മൾ കുടുങ്ങി ആ ഒരു ലോകത്തിൽ കുടുങ്ങിക്കിടക്കണം. എന്നാൽ അത് നമ്മൾ തിരിച്ചറിയുകയില്ല. നിരീക്ഷകൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഒട്ടലില്ലാതെ മനസ്സിൻ്റെ വ്യാഖ്യാനങ്ങൾക്കോ ആദർശങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്തിടത്ത് നിലനിൽക്കുന്നതുകൊണ്ട് ഈ നിരീക്ഷകൻ സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത്, സ്വാഭാവികതയിൽ നിലനിൽക്കുന്നു, ഈ നിമിഷത്തിൽ വർത്തിക്കുന്നു, ബോധത്തിൽ പ്രവർത്തിക്കുന്നു, ബോധത്തിലൂടെ കാണുന്നു, ബോധമായി നിലനിൽക്കുകയാണ്. ഇതാണ് ഒരു സാധകനിലും സംഭവിക്കേണ്ടത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരുജി എഴുതിക്കൊണ്ടിരിക്കുന്ന വൃത്തത്തിലെ ശൂന്യതയിലൂടെ കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിരീക്ഷകന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നിരീക്ഷണം സാധകന് എത്രത്തോളം സഹായകമാണ് എന്നും ഇതിൽ ഊന്നി പറയുന്നുണ്ട്. അതായത് ഒരു സാധകന് നിരീക്ഷണത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയൂ. ആന്തരിക യാത്ര നടത്തുന്ന സാധകൻ അവന്റെ മനസ്സ് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ തിരിച്ചറിയുവാൻ നിരന്തരമായ നിരീക്ഷണം ആവശ്യമാണ്. ഇന്ന് പോസ്റ്റ് ചെയ്ത ധ്യാനകഥയിൽ ഗുരുജി ചർച്ചയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത ധ്യാനകഥയുടെ സന്ദേശവും ഇത് തന്നെയാണ്. അതായത് ആ നിരന്തരമായ നിരീക്ഷണം അവിടെ ആവശ്യമാണ്. മനസ്സ് സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണ്. നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് തടസ്സമേ അല്ല. അപ്പൊ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി ധ്യാനാത്മക മനസ്സാക്കുമ്പോഴാണ് നിരീക്ഷകൻ ഉണരുന്നതും നിരീക്ഷണം സംഭവിക്കുന്നതും. അപ്പൊ നിരീക്ഷണത്തെ നിത്യസാധനയാക്കുവാനും ഗുരുജി ഉപദേശിക്കുന്നു. എന്നിട്ടും എങ്ങനെ നിരീക്ഷിക്കണം എന്ന സംശയം ഉയരുന്നുണ്ടെങ്കിൽ ആ സാധകൻ മനോതലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം ഈ വൃത്തത്തിലെ ശൂന്യത തുടങ്ങിയിട്ട് 5-6 മാസങ്ങളായി അതില് ഇത് വിശദമായിട്ടും വളരെ ലളിതമായി വളരെ സൂക്ഷ്മതലത്തിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഈ ഒരു സംശയം നിലനിൽക്കുന്നു എങ്കിൽ അത് ആ സാധകൻ ആ മനോതലത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ്. അതേസമയം മറ്റൊരു കാര്യം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, സ്വയം നിരീക്ഷിക്കാൻ തയ്യാറാവാത്ത നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ നമുക്ക് അനായാസം കഴിയുന്നു. അതിന് നമ്മൾക്ക് യാതൊരു പ്രയത്നവും ആവശ്യമില്ല. മനസ്സുകൊണ്ടാണ് നിരീക്ഷിക്കുന്നത്. എന്നാലും ആ നിരീക്ഷണം എന്നുള്ള ആ ഒരു കാര്യം അത് നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കാൻ നമ്മളത് വളരെയധികം താല്പര്യം കാണിക്കുന്നു, ഉത്സാഹം കാണിക്കുന്നു. മനസ്സുകൊണ്ട് മറ്റുള്ളവരെ നിരീക്ഷിച്ച് വിലയിരുത്തുന്ന നമ്മൾ നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുവാൻ മടി കാണിക്കുന്നു. അപ്പം നിരീക്ഷണമേ എങ്ങനെ നിരീക്ഷിക്കണം എന്ന സംശയത്തിന് ഒരടിസ്ഥാനമില്ല. കാരണം നമ്മൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നുണ്ട്. സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കാൻ എന്താണ് പ്രയാസം. അപ്പോൾ നമ്മൾക്ക് നിരീക്ഷിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകാം. എന്നിട്ടും നമ്മുടെ മനസ്സിനെ നിരീക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാവുന്നില്ല.
കാരണം നമ്മൾ ഇപ്പോൾ മനസ്സിനോടൊപ്പം നിൽക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം എന്നിൽ നിരീക്ഷണം സംഭവിക്കുന്നില്ല എന്ന ന്യായീകരണം മനസ്സിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ മനസ്സിനെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ നിരീക്ഷകന് മാത്രമേ കഴിയൂ. മനസ്സിനെ ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുകയുള്ളൂ. നിരീക്ഷകനൊന്നും വ്യാഖ്യാനിക്കാതെ മനസ്സെന്തൊക്കെയാണോ പ്രവർത്തിക്കുന്നത് അതൊക്കെ അതേപടി തുറന്നു കാട്ടുന്നു. മനസ്സ് ചിലപ്പോൾ സ്വാർത്ഥതയോടെ പെരുമാറുന്നു, ചിലപ്പോൾ അവസരവാദപരമായി പെരുമാറുന്നു, ഇരട്ടത്താപ്പ് കാണിക്കുന്നു. ഇവിടെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്, അത് ചുരുക്കി പറയാം. ഒരു വീട്ടില് പുതിയ താമസക്കാരായി 2 പേർ വന്നു, ഒരു ഭാര്യയും ഭർത്താവും. അയാൾ എന്നും രാത്രി മദ്യപിച്ച് വന്ന് ഭാര്യയെ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. അയാളുടെ അടിയും തൊഴിയും കൊണ്ട് സഹികെട്ട ആ സ്ത്രീ അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയൽവാസികളായ സ്ത്രീകളോട് കരഞ്ഞു വിളിച്ച് പരാതി പറയുമായിരുന്നു. ഇത് സ്ഥിരം പതിവായപ്പോൾ അയൽ വീട്ടിലെ സ്ത്രീകൾ അവരവരുടെ ഭർത്താക്കന്മാരോട് ഈ കാര്യം പറഞ്ഞ് അയാളെ ഒന്ന് ഉപദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം രാത്രി ആ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിച്ച് വഴക്കിടുന്നത് കേട്ട അയൽവാസികൾ ആ വീട്ടിലേക്ക് ചെന്ന് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് അയാളെ താക്കീത് ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഭാര്യ നിലപാട് മാറ്റി. ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ആരും ഇതിൽ ഇടപെടാൻ വരേണ്ട എന്ന് പറഞ്ഞ് വന്നവരെ ഇറക്കി വിട്ടു. ഇതാണ് മനസ്സ് കളിക്കുന്ന ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പ് നമുക്ക് സമൂഹത്തിൽ പല വേദികളിലും കാണാം, കുടുംബങ്ങളിൽ കാണാം, വ്യക്തിബന്ധങ്ങളിൽ കാണാം. മനസ്സിന്റെ ഈ ഇരട്ടത്താപ്പുകൾ വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു സാധകൻ തൻ്റെ മനസ്സിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് അവന് വലിയ ഗുരുതരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ഇവിടെയാണ് നിരീക്ഷകന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. നിരീക്ഷകന് ഒന്നിനോടും ഒട്ടലില്ലാത്തത് കൊണ്ട് നിഷ്പക്ഷമായി നിരീക്ഷണം നടത്തുന്നു. നിരീക്ഷകൻ മനസ്സിനെ ഉപദേശിച്ച് നേരെയാക്കാനൊന്നും പോകുന്നില്ല, എല്ലാം സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുന്നു എന്ന് മാത്രം. ഇവിടെ ഗുരുജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കാട്ടുന്നുണ്ട്. അതായത് നിരീക്ഷകൻ ശക്തമാകും തോറും മനസ്സിന്റെ ചപല സ്വഭാവങ്ങൾ കുറയുന്നു. അപ്പൊ നിരീക്ഷകൻ നേരിട്ട് മനസ്സുമായിട്ട് ബന്ധപ്പെടുന്നില്ല, പക്ഷെ നിരീക്ഷകൻ ശക്തമാകുമ്പോൾ മനസ്സിന്റെ ചപല സ്വഭാവങ്ങൾ കുറയുന്നു. അപ്പൊ നിരീക്ഷകൻ നേരിട്ട് നിയന്ത്രിക്കുന്നില്ല, എന്നാൽ സത്തയുടെ ആ ഉന്നതമായ ഊർജ തലം അത് നിരീക്ഷകനിലുമുണ്ട്. അപ്പൊ നിരീക്ഷകൻ മനസ്സിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഊർജത്തിന്റെ പ്രതിഫലനം മനസ്സിലേക്കും എത്തുന്നു. അങ്ങനെ നിരീക്ഷകനേക്കാൾ താഴ്ന്ന ഊർജതലത്തിലുള്ള മനസ്സിനെ നിരീക്ഷകന്റെ സഹായത്താൽ കുറെ കൂടി ഉയർന്ന ഊർജതലത്തിൽ അല്ലെങ്കിൽ ബോധതലത്തിലേക്ക് ഉയരുവാൻ കഴിയുന്നു. അപ്പോൾ മനസ്സിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മനസ്സ് ചലനരഹിതമായതിനാൽ ഊർജ ശോഷണം സംഭവിക്കുന്നുമില്ല. അപ്പോൾ നിരീക്ഷിക്കുമ്പോൾ ഈ നിരീക്ഷകൻ ശക്തമാകുമ്പോൾ മനസ്സിൽ ഈ ചപല സ്വഭാവങ്ങൾ കുറയുന്നത് ആ ഊർജത്തിന്റെ ആ ഒരു സ്വാധീനം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ ഒരു ഉദാഹരണത്തിലൂടെ ഇതിനെ നോക്കിക്കാണാം. അതായത് രാത്രിയിൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളുടെ പ്രഭാവം സൂര്യൻ ഉദിക്കുമ്പോൾ മങ്ങിപ്പോകുന്നു. എത്രയോ അകലെ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിന്റെ ഊർജതലത്തെ അപേക്ഷിച്ച് ഭൂമിയിൽ എത്തുന്ന സൂര്യപ്രകാശത്തിന്റെ ഊർജതലം എത്രയോ ഉയർന്നതാകുന്നു. അതിനാൽ പകൽ സമയത്ത് നക്ഷത്രങ്ങളുടെ പ്രഭാവം മങ്ങിപ്പോകുന്നു. അതുപോലെ അനന്തവും അതിസൂക്ഷ്മവുമായ ഊർജതലത്തിലാണ് സത്ത നിലകൊള്ളുന്നത്. സത്തയോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷകന്റെ ഊർജതലവും ഉയർന്നതും അതിസൂക്ഷ്മവുമായിരിക്കും. ആ ഊർജമണ്ഡലത്തിൽ മനസ്സിന്റെ പ്രഭാവം മങ്ങിപ്പോകുന്നു. അപ്പോൾ സാധകൻ തന്റെ മനസ്സിനെ ധ്യാനാത്മക മനസ്സാക്കി ഈ നിമിഷത്തിൽ നിലനിർത്തിയാൽ നിരീക്ഷകനിൽ നിന്നുള്ള ആ ഊർജ പ്രവാഹത്തിന്റെ പ്രതിഫലനം
മനസ്സിനെ ചലനരഹിതവും നിശബ്ദവുമാക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. മനസ്സിനെ മാത്രമല്ല, നിരീക്ഷകൻ എല്ലാത്തിനെയും നിരീക്ഷിക്കുന്നുണ്ട്. അതായത് മനസ്സ്, ഇപ്പം ബാലിജി പറഞ്ഞതുപോലെ, പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും നിരീക്ഷകൻ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിന് ഏതിനോടൊക്കെയാണ് മമതാ ബന്ധങ്ങൾ ഉള്ളതെന്ന് നിരീക്ഷകന് ആ നിരീക്ഷണത്തിലൂടെ അറിയാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം, ആ മനസ്സിന് അങ്ങോട്ട് മമതാ ബന്ധങ്ങൾ ഉണ്ടെങ്കിലും ആ വസ്തുക്കളൊന്നും മമതാ ബന്ധങ്ങളില്ലാതെ, ഒട്ടലില്ലാതെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ സങ്കല്പങ്ങൾ, നമ്മളൊരു സങ്കല്പം, ഒരു വ്യക്തിയെ കുറിച്ച് നമ്മുടേതായ ഒരു ഇമേജ്, ഒരു സങ്കല്പം സൃഷ്ടിച്ചുകൊണ്ടാണ് അയാളോട് പെരുമാറുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് അയാളിൽ നിന്ന് ഇങ്ങോട്ട് പ്രതികരണം വരുമ്പോൾ അവിടെ ആ വ്യക്തിബന്ധത്തിന് തകർച്ച സംഭവിക്കും. അത് നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച സങ്കല്പങ്ങളുടെ പരിമിതികൾ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതെല്ലാം നിരീക്ഷകന് മാത്രമാണ് നിരീക്ഷിച്ചറിയുവാൻ സാധിക്കുന്നത്. അപ്പോൾ മനസ്സിന്റെ തെറ്റിദ്ധാരണകളെയെല്ലാം നിരീക്ഷണത്തിലൂടെ തുറന്നു കാട്ടുകയാണ് നിരീക്ഷകൻ ചെയ്യുന്നത്. എല്ലാ സാധകരിലും നിരന്തരമായ നിരീക്ഷണത്തിലൂടെ ബോധവികാസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഇവിടെ ഒരു ഇന്നത്തെ ശൂന്യതയില ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. അവനവനെ നിരീക്ഷിക്കേണ്ടത് അവനവന്റെ തന്നെ കർത്തവ്യമാണ്. അത് വേറൊരാൾക്ക് ഒരിക്കലും ചെയ്യുവാൻ കഴിയില്ല. നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും മനസ്സിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ ചാരുക എന്നതാണ്. ചാരി അതിനെ കരുവാക്കുക. നിരീക്ഷകൻ ഒരുവനെ പ്രവർത്തിക്കുന്നുണ്ടോ ഒരു ഉത്തമ ഉദാഹരണം, അവന് ഒന്നിനെയും ഒരു വസ്തുവിനെ, ജീവനുള്ളതോ അല്ലാത്തതോ എന്തുമായിക്കോട്ടെ, ഒന്നിനെയും അവൻ വഴി പറയാതെ, ഒന്നിലും ഒട്ടാതെ, ഒന്നിനെയും കുറ്റപ്പെടുത്താതെ അവൻ പ്രവർത്തിക്കുകയാണ്. നമുക്ക് പറയാം, അവനിൽ നിരീക്ഷണം. ആ നിരീക്ഷണം അവനവൻ തന്നെയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും നമുക്ക് ഒരു ചോദ്യം വന്നു എന്ന് വിചാരിക്കുക നമ്മളില്ല. എന്തിന് ഞാൻ നിരീക്ഷിക്കണം? എങ്ങനെ ഞാൻ നിരീക്ഷിക്കണം? നിരീക്ഷിക്കേണ്ട മാർഗങ്ങൾ എന്താണ്? എനിക്കിതിന് ആവശ്യകതയുണ്ടോ? ഈ ചോദ്യങ്ങള് മനസ്സ് മാത്രമേ ഉയർത്തുകയുള്ളൂ. അതാണ് നാം എപ്പോഴും ആദ്യമായി തിരിച്ചറിയുന്നത്. മനസ്സിന്റെ പ്രവർത്തനം തന്നെ എല്ലാത്തിനെയും എങ്ങനെയാണോ പറയുന്നത്, നമ്മൾ ഓരോ വസ്തുവിനെയും നമ്മൾ സങ്കല്പങ്ങൾ കൊടുത്ത് നമ്മൾ അതിനെ നോക്കി അതിനെ താരതമ്യം ചെയ്ത് നമ്മൾ കുറ്റപ്പെടുത്തുകയും നമ്മൾ ആരോപിക്കുകയും ചെയ്യുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ
ആ താരതമ്യം ചെയ്യുന്ന വസ്തു മനസ്സാണ്. അവിടെ ഒരിക്കലും നിരീക്ഷകൻ നിലനിൽക്കുന്നില്ല. നിരീക്ഷകൻ ആ കാഴ്ച കാണുന്നുണ്ട്. എന്നാൽ ആ കാഴ്ചയ്ക്ക് അവൻ ആരോപണം, അത് നല്ലതാണോ ചീത്തയാണോ ഒന്നും അവൻ പറയുന്നില്ല. അതിനെ അതായി കാണുവാൻ, അതാണ് നിരീക്ഷകൻ ഉള്ള ഇടം ശാന്തമായിരിക്കും. കാരണം അവിടെ ഒരു തരത്തിലുള്ള ആരോപണങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ സ്വയം ഉയർത്തലുകളോ ഒന്നുമില്ല. അവിടെ നിരീക്ഷകൻ ഉണ്ടാകും. ആ നിരീക്ഷകൻ ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യാൻ താല്പര്യം കാണിക്കുന്നത് തന്നെ നമ്മളില് ആ സത്തയുടെ ആ പ്രകാശം നമ്മളിൽ ഉണ്ട് എന്ന്. അതുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആ നിരീക്ഷകൻ ഉണ്ടാകും എന്നാണ് ഗുരു പറയുന്നത്. നിരീക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതാണ് അടുത്തത് ഗുരു പറയുന്നത്. പലപ്പോഴും നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് മനസ്സിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിന്റെ ഇരട്ടത്താപ്പ് എന്താണ്? ഇന്നലെയും പറഞ്ഞ കണക്ക് തന്നെ മനസ്സ് സൂക്ഷ്മതലത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും, നമ്മള് സാധനയില് എത്രത്തോളം നമ്മൾ ഉയർന്നു വരുമ്പോ ഒരിക്കലും പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരിക്കലും മനസ്സിന്റെ ആ ചലനത്തിൽ നമ്മൾ പെടില്ല, അല്ലെങ്കിൽ പിടിയിൽ പെടില്ല എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു നിമിഷം മതി മനസ്സിന് വീണ്ടും നമ്മളെ കൊടുക്കുക. കാരണം മനസ്സിന് ആ സൂക്ഷ്മതലത്തില് വർത്തിക്കുവാൻ കഴിയും. കാരണം നമ്മളില് നിലനിൽക്കുന്നത് തന്നെ ഒട്ടലുകളിലാണ്, അല്ലെങ്കിൽ സങ്കല്പങ്ങളിലാണ്. ഈ സങ്കല്പങ്ങൾ ആണ് നമുക്ക് ഒട്ടലുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഏത് വസ്തുവിന് നേരെയാണോ നമ്മൾ സങ്കല്പങ്ങൾ ആരോപിച്ച് നമ്മൾ സ്നേഹത്തോടെ വർത്തിക്കുന്നത്, അടുത്ത നിമിഷം നമ്മൾ അതിന് നേരെ തിരിയും. എന്തുകൊണ്ട്? മനസ്സിന്റെ സങ്കല്പങ്ങൾക്ക് അവിടെ വിഘ്നം വന്നിരിക്കും. എന്നാൽ ഒരുവൻ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ അനുനിമിഷം ആ സത്തയോട്
ചേർന്ന് നിൽക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. ഈ മനോതലം, അവന്റെ ഒട്ടലുകൾ, അവന്റെ സങ്കല്പങ്ങൾ അവിടെ എടുത്ത് അവനറിയാതെ തന്നെ തന്നിൽ നിന്ന് അത് മാറിപ്പോകും. അവിടെ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്കൊരിക്കലും ഈ സങ്കല്പങ്ങളെ, നമുക്ക് ഒട്ടലുകളെ നമുക്ക് മാറ്റുവാൻ കഴിയും. എന്നാൽ സത്യയോട് നാം എത്രത്തോളം അടുക്കുന്നു, അതിൻ്റെ ഊർജം, ആ പ്രകാശം ഈ ഇരുട്ടിനെ മറയ്ക്കും. ആ വെളിച്ചമാകട്ടെ, ആ വെളിച്ചമാണ് നമ്മുടെ നിരീക്ഷകൻ. അത് സത്യവുമായി ചേർന്നിരിക്കും. അങ്ങനെ സങ്കല്പങ്ങളില്ലാത്ത, ഓരോ ഒന്നിനോടും ഒട്ടലില്ലാതെ സദാ നമ്മളിൽ ആ നിരീക്ഷകൻ ഉണർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വർഷങ്ങൾക്ക് മുമ്പ് ഗുരുജിയെ കണ്ടെത്തിയ ആ സമയം വളരെ 2-3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സിൽ ആ ഗുരു എന്നുള്ള ആ ഒരു കറക്റ്റ് സങ്കല്പം എത്തിച്ചേർന്നത് കൊണ്ടും ഇത് എന്നെ ഉദ്ധരിക്കാൻ വന്ന വ്യക്തി തന്നെയാണ് എന്ന് ഞാൻ ബോധ്യപ്പെടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്, ഒരു 10 ഷീറ്റ് പേപ്പറോളം ഉണ്ടാവും. അതിൽ മൊത്തം എന്നെ പറ്റി ഞാൻ സ്വയം എഴുതിക്കൊണ്ട് കൊടുക്കുകയുണ്ടായി. എൻ്റെ പ്രശ്നങ്ങള്, ഞാൻ അഭിമുഖീകരിക്കാൻ മടിക്കുന്ന കാര്യങ്ങള്, ഓരോരോ കാര്യങ്ങളെ പറ്റി പുള്ളി വിടാതെ, എന്നുവെച്ചാൽ എന്നെ പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങള് ആദ്യമായിട്ട് നമുക്ക് പറയില്ല, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുന്ന രഹസ്യങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ പറയുന്ന കാര്യങ്ങളുണ്ടാവാം. പക്ഷെ എനിക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊന്നും ചിന്തിക്കാൻ കഴിയാതെ എന്നെ പറ്റി മൊത്തമായി ആ ടോട്ടാലിറ്റി ഞാൻ ഗുരുജിക്ക് എഴുതി കൊടുത്തു. എന്തുകൊണ്ട് പറയാൻ സാധിക്കില്ല എന്ന് ചോദിച്ചാല്, പറയുമ്പോൾ പലതും വിഴുങ്ങിപ്പോവല്ലോ. അതിനേക്കാൾ ഉപരി ഒന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അത് കറക്റ്റ് ഫോളോയിങ്ങിൽ പോവല്ലോ എന്ന് കരുതിയാണ് എഴുതി കൊടുത്തത്. പക്ഷെ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ലൈഫിൽ. കാരണം വെച്ചാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങള് നമ്മളിലൂടെ ഒന്ന് റിവൈൻഡ് ചെയ്തോ ഒന്ന് റീഡ് ചെയ്തപ്പോഴോ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല. പിന്നീട് നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിനോടൊക്കെ നമ്മൾ പുലർത്തുന്ന സമീപനം കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാല്, ആ എഴുതി കൊടുത്തത് കൊണ്ട് ആവണമെന്നില്ല. പക്ഷെ ഒന്ന് സ്വയം തിരിച്ചറിയാൻ സാധിച്ചു. ഞാനിപ്പോ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അത് ആ ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചപ്പോൾ എൻ്റെ ആ കാലിബർ അല്ലെ എൻ്റെ ആ എനർജി ലെവല് എനിക്ക് കുറച്ചുകൂടെ തിരിച്ചറിയാൻ സാധിച്ചു. കാരണം തിരിച്ചറിവാണല്ലോ മനുഷ്യനെ മാറ്റുന്നതെന്ന് പറയുന്നത്. അപ്പൊ ആ തിരിച്ചറിവുകളാണ് നമ്മളെ മുന്നോട്ട് ഇപ്പോഴും നയിച്ചു മുന്നോട്ട് പോകുന്നത്. കാരണം ആ തിരിച്ചറിവുകൾ ഉണ്ടാക്കാനാണ് ഗുരുജി ആദ്യമേ തൊട്ട് അവധൂ ചിന്തകൾ എന്ന് പറയുന്ന ആ ഒരു ചിന്തകൾക്കപ്പുറം ചിന്തിക്കാനുള്ള ഉതകുന്ന ചിന്തകളായി നമ്മളിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും അതാണ് തുടക്കം. അന്നോട്ട് ഇന്ന് വരെ അതിങ്ങനെ നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
വൃത്തത്തിലെ ശൂന്യത നമ്മൾ ഡിസ്കഷനായി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുരുജി തീർച്ചയായിട്ടും അഭിപ്രായപ്പെടുന്നുണ്ട്, നിങ്ങളിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്താൻ ആ വൃത്തത്തിലെ ശൂന്യത സഹായിച്ചിട്ടുണ്ടാവും. നിങ്ങളിലെ മനസ്സിനെ നിരീക്ഷിക്കാൻ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സന്ദേശമാണ് ശരിക്കും. കാരണം എന്താണ്, നമ്മളിലെ മാറ്റം സ്വയം ഉൾക്കൊള്ളാൻ പഠിക്കുക എന്ന് പറയുന്നത് അതിനോളം വരില്ല മറ്റൊരു ഗ്രന്ഥ അല്ലെങ്കിൽ പുസ്തക കൂമ്പാരങ്ങൾ വായിച്ചാലും. സ്വയം പഠിക്കുക, തന്നറിവ് നേടുക, തന്നിലൂടെ സഞ്ചരിക്കുക. അപ്പൊ ആ ഇന്നത്തെ ധ്യാനകഥ, നമ്മുടെ ചർച്ചാ വിഷയമായ ധ്യാനകഥ പോലും അതിലൂടെയാണ്. നിനക്ക് തടസ്സമായി നിൽക്കുന്ന എന്താണ്, അതിനെ നീ ശ്രദ്ധിക്കുക, അതിനെ നീ നിരീക്ഷിക്കൂ. ആ നിരീക്ഷണത്തിലൂടെ നീ ആ തടസ്സങ്ങൾ മാറ്റും. ഇതാണ് ഗുരുജി ചെയ്യുന്നത്. ഒരു വട്ടം ഗുരുജി പറയുകയുണ്ടായി, നമ്മള് ഒരു ആരെയും അനുഗ്രഹിക്കുന്നുമില്ല, ശപിക്കുകയുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ, ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് പറഞ്ഞാല്, ഗുരുവായി നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുമ്പോൾ അനുഗ്രഹിക്കേണ്ടോ നിഗ്രഹിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ല ശപിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഗുരു ആ സ്വരൂപത്തോടു കൂടി നമ്മളിൽ വിളങ്ങുകയാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ എന്ത് വരണം, നമ്മളിൽ ഉള്ളം ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, എന്നും വൃത്തിയാക്കുന്ന പാത്രത്തില് ആരായാലും ഭിക്ഷയിടുള്ളൂ, അല്ല ദുർഗന്ധം വമിക്കുന്ന ആ പാത്രത്തിലോട്ട് ആരെങ്കിലും ഭിക്ഷയിടുവോ? ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മള് സാധനയാൽ നിരന്തരം നമ്മുടെ പാത്രം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ള് നമ്മള് വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ നിത്യസാധനയിലൂടെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നമ്മുടെ നിത്യസാധന പോലെ നിരീക്ഷണവും നമ്മുടെ ഒരു ഭാഗമായി മാറ്റണം ജീവിതത്തിൽ. എത്രത്തോളം നമുക്കത് ചെയ്യാൻ സാധിക്കും അത്രത്തോളം ചെയ്യുക. നമ്മള് പലപ്പോഴും പല കാര്യങ്ങളും, ഇപ്പം ഒരു സംഭവം ഭയങ്കരമായിട്ട് ഒരാൾ ദേഷ്യപ്പെടുന്നു നമ്മളോട്, നമ്മള് വളരെ ശാന്തതയോടുകൂടി ആ ദേഷ്യത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചൊന്നും പറയുന്നില്ല. കുറേ സമയത്തിന് ശേഷം നമ്മള് ആ വ്യക്തിയുടെ കോപം ശമിച്ചു, കുറെ സമയം അയാള് പോയി റെസ്റ്റ് എടുക്കുന്നു. അയാള് ഒന്ന് റീതിങ്ക് ചെയ്യുക, ഒന്ന് ഞാൻ എന്താണ് ചെയ്തത്, അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണ്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്, ഇതിനെപ്പറ്റി അയാളൊന്ന് സ്വയം വിശകലനം ചെയ്യുന്നു എന്ന് വെച്ചു. നിരീക്ഷണമല്ല, വിശകലനം ചെയ്യുന്നു. അപ്പോൾ ന്യായങ്ങള് അന്യായങ്ങള് എല്ലാം നിരത്തും, വ്യാഖ്യാനങ്ങൾ വരും, തെറ്റാരുടെ ഭാഗത്താണെന്നും എത്ര ശതമാനമുണ്ടെന്നും ഒക്കെ കണ്ടെത്തും. അപ്പോഴും അയാൾ ബോധ്യപ്പെടുന്നില്ല എന്താണ്, തന്നിലെ ക്ഷമാശീലം ഉണ്ടാക്കണം എന്നുള്ളത്, അവിടെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി കുറച്ചുകൂടെ മയപ്പെടുത്താമായിരുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല. ആ കോപത്തെ അയാള് ക്ഷമയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അയാൾ എന്തുമാത്രം എഫോർട്ട് എടുക്കേണ്ടി വരും എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കുക. ആ സമയത്ത് ശാരീരികമായ വൈഷമ്യങ്ങൾ വരുന്നു, മനസ്സ് നിയന്ത്രണം വിട്ടു പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അഹം കൂടി നിൽക്കും. അപ്പൊ ഇപ്പം ഒരു 50% ദേഷ്യമാണ് അയാൾ പെട്ടതെങ്കിൽ ഒരു 1000% ദേഷ്യമെങ്കിലും എഫോർട്ടെങ്കിലും വേണ്ടി വരും അയാൾക്ക് ആ ക്ഷമയിലേക്ക് എത്താൻ. അത്രയ്ക്ക് അന്തരം സൃഷ്ടിക്കും ഓരോന്ന് ചെയ്തു പോകുമ്പോഴും. അപ്പോൾ നമ്മൾ സാധകരാകുമ്പോൾ ഡെയിലി ഓരോ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിക്കും. പലപ്പോഴും എന്നോട് എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ചില കാര്യങ്ങളിൽ ഔട്ട് സ്പോക്കൺ ആയി പോകുമോ, അപ്പോൾ വന്നിട്ട് പറയും നീ സാധകനാണ്, അങ്ങനെ സംസാരിച്ചുകൂടാ. ഇതാരാണ് പറയുന്നതെന്ന് പലപ്പോഴും എനിക്കറിയില്ല. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പല കാര്യങ്ങളും പറയും, പക്ഷെ അന്നേരം തന്നെ ക്ഷമ ചോദിക്കാനുള്ള മാനസികാവസ്ഥയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഒന്നുകൂടെ ഒരു ഉയർന്ന തലത്തിൽ
മാറി നിന്ന് ചിന്തിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഉയർന്ന തലത്തിൽ മാറി നിന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ, താണതലത്തിലേക്ക് പോകുമ്പോൾ അവിടെ വാസന നിബിഡവും അഹത്തിന്റെ എല്ലാ കയ്യൊപ്പും അവിടെ ഉണ്ടാവും. അപ്പൊ ഉയർന്ന തലത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിനോടൊന്നും ബന്ധമില്ലാതെ ഒന്ന് മാറി നമുക്കൊന്ന് നോക്കി കാണാൻ സാധിക്കണം. ഗുരുജി എപ്പോഴും പറയാറുണ്ട്, നോക്കി നോക്കൂ എന്ന് പറയും. നോക്കി നോക്കൂ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കൂ എന്ന് തന്നെയാണ്. ആ വേർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മള് ഈ പറയുന്ന ആ ബോധപ്രാപ്തന്റെ വാക്കുകളില് ഒരെണ്ണം പതിരില്ല എന്ന് വെച്ചാൽ ഒന്നിലും എന്താണ് അരിയില്ലാത്ത അവസ്ഥയില്ല നെല്ലില് എന്നുള്ള അർത്ഥമാണ്. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയുന്ന മാതിരി അതെല്ലാം അർത്ഥവത്താകും. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കപ്പെടും. അതാണ് സത്യം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കുണ്ടാവുന്നത് എന്താണ്? നമ്മുടെ മാറ്റങ്ങളാണ്. അത് ആ മാറ്റങ്ങളെ ശാരീരികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, മാനസികമാകാം, അഹത്തിന്റെ ആ ഒരു അവസ്ഥ, ഇതിലെല്ലാം പ്രകടിത ഭാഗമായിട്ട് വരും. എന്തുകൊണ്ട്? നമ്മുടെ മനോമാലിന്യങ്ങൾ മാറ്റുന്നു, നമ്മളെ ചിത്തശുദ്ധി വരുത്തുന്നു, അഹത്തെ കരിക്കാൻ ശ്രമിക്കുന്നു, ശരീര വൈരാഗ്യ ബുദ്ധി വളർത്തിയെടുക്കുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ ആ ടോട്ടാലിറ്റിയിൽ മാറ്റം വരും. ഗുരുജി പറയുന്നുണ്ടല്ലോ അത്. കാരണം അവന്റെ മനസ്സില്, നിരീക്ഷണം ചെയ്യുന്ന മനസ്സില് കലർപ്പുകള് കുറഞ്ഞുകൊണ്ടേയിരിക്കും അവനില്. കാരണം എന്താണ്? മനസ്സാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അഹം ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതിലൊക്കെ സന്തോഷിച്ച് പുളച്ച് അങ്ങനെ അങ്ങ് ജീവിക്കാമെന്നാണ്. എന്നാൽ നിരീക്ഷകന്റെ നിരീക്ഷണം ശക്തമാണെങ്കിൽ ഇത് വല്ലതും നടക്കുമോ? ഇല്ല. കാരണം നിരീക്ഷകൻ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ നിരീക്ഷകന്റെ നോട്ടം പ്രബലമാണ് മറ്റു ഘടകങ്ങളെ അപേക്ഷിച്ച്. കാരണം എന്താണ്? സത്തയിലേക്കുള്ള ചവിട്ടുപടിയാണ് നിരീക്ഷകൻ. അപ്പൊ തീർച്ചയായിട്ടും ആ നിരീക്ഷകന്റെ ആ ദർശനത്തെ ലഭിക്കുന്ന ആ അവയർനെസ് അതൊരിക്കലും നമ്മളിൽ മായൂല. കാരണം അത്രത്തോളം നമ്മളിലേക്ക് ആ നിരീക്ഷണം നമ്മൾ കൊണ്ടുവരിക തന്നെ ചെയ്തേ മതിയാകും. ഒരു സാധകൻ സാധനയോടൊപ്പം നിരീക്ഷണവും കൂടെ കൈമുതലാക്കി കൊണ്ടുപോകണമെന്ന് ആ ഗുരുവാക്യത്തെ വീണ്ടും അനുസ്മരിച്ചുകൊണ്ട് ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ഗുരുഭ്യോ നമഃ. നമ്മള് സ്ഥിരം പരിചരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണ്, മനസ്സിന്റെ ഭാഷയാണ്. അപ്പം അതില് ആ ഓരോ അനുഭവത്തിലൂടെയും നമ്മൾ ദിനം പ്രതി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സ് പുറത്തോട്ട് അങ്ങ് അതിസൂക്ഷ്മതയോടുകൂടി പുറത്ത് നോക്കല്, വിദഗ്ധമായിട്ട് നോക്കാണ് മനസ്സ്. സ്വന്തം ആന്തരികതയിലേക്ക് ഒരു മിനിറ്റ് പോലും അതിനെ നോക്കാൻ സമയമില്ല. പുറത്ത് നോക്കുന്നു, പുറത്ത് കാണുന്ന എല്ലാ വസ്തുക്കളിലും കയറി പിടിക്കുകയാണ്. കാരണം ആ വസ്തു, ആ ഗുരുജിയുടെ ഇന്നത്തെ ആ വൃത്തത്തിലെ ശൂന്യതയിൽ നിന്നാണ് ആ സൂക്ഷ്മത മനസ്സിലാവുന്നത്. എന്താണോ അത് അതായി അവിടെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ കാണുന്ന വസ്തുവില് നന്നായിട്ട് ഭാവന നിറച്ച് എൻ്റെ ആന്തരികത, മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള വികാരങ്ങളോട് കൂടിയ ഭാവനകളുണ്ടോ ആ ഭാവനകള് ആ വസ്തുവില് ആരോപിച്ച് അതിൽ ഒട്ടിപ്പിടിക്കുകയാണ്. അത്ര തീവ്രമായിട്ടുള്ള ഒരു ഒട്ടിപ്പിടിക്കലാണ് മനസ്സിനുള്ളത്. ആശയങ്ങളോടുണ്ട്, ആദർശങ്ങളോടുണ്ട്, മമതാബന്ധങ്ങളോടുണ്ട്, എല്ലാറ്റിനോടും മനസ്സിന് ആഴത്തില് ഒരു ഒട്ടിപ്പിടിച്ച ഒരവസ്ഥയാണ് മനസ്സിനുള്ളത്. അപ്പോഴ് തന്നെ ഗുരു അനാദിയായിട്ട് അനന്തം, അതായത് നമ്മളുടെ ഉള്ളില് ആന്തരികതയില് അഗാധതയില് ആ പരമമായ സത്തയില് ആ പരിണമിക്കപ്പെടുന്ന ആ അറിവ് അത് നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ അറിയാതെ നമ്മൾ പലപ്പോഴും സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ ഒരു ശബ്ദമാണ് ഗുരു നമ്മളിലേക്ക് ഇടുന്നത്. കാരണം ആ സത്തയുടെ
ആ പരമമായ സത്തയുടെ അറിവ്, അതിലേക്ക് ഉള്ള വഴിയാണ്. അതിന് നമ്മുടെ ഈ ഒട്ടിപ്പിടിച്ച മനസ്സിന്റെ ഒട്ടലുകൾ, ഭാവനകൾ, ഇതിനെ തിരിച്ചറിയാൻ പറ്റണം. തിരിച്ചറിവ് നടത്തുന്നില്ല, കാരണം നിരീക്ഷണമില്ല. മനസ്സിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുകയാണ്. അതിന് എവിടെ വേണോ പോവാം, എന്ത് വേണോ ചെയ്യാം. ആ നിരീക്ഷണം പോലും മനസ്സിന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു തുടക്കത്തിലിരിക്കുമ്പോൾ ഒക്കെ തന്നെ മനസ്സിന്റെ ഭാവന സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സ്പിരിച്വാലിറ്റി ഗുരുവിനെ പോലും കരുവാക്കി സൂക്ഷ്മമായിട്ട് മനസ്സങ്ങനെ കൊണ്ട് സഞ്ചരിപ്പിക്കുകയാണ് നമ്മളെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് അത് പറഞ്ഞ്. പക്ഷെ തീർച്ചയായിട്ടും ആ അനന്തമായ ആ ആദിമമായിട്ടുള്ള ഒരു ബോധത്തിൽ അടങ്ങിയിട്ടുള്ള അറിവ് നമ്മളിതെല്ലാം ഇരിക്കുകയാണ്. അപ്പം ഗുരു അതിനുള്ള വഴി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പദമാണ് നിരീക്ഷകൻ. ഒരു സ്പിരിച്വാലിറ്റിയിലും ഒരിടത്ത് നിന്നും നമ്മൾ നിരീക്ഷകൻ എന്ന പദത്തെ കേട്ടിട്ടില്ല. ഇത്രയും വർഷങ്ങൾ കടന്നു വന്നു. അപ്പോഴാണ് നിരീക്ഷകൻ സങ്കല്പങ്ങൾക്കപ്പുറത്ത്, വിശ്വാസങ്ങൾക്കപ്പുറത്ത് ഈശ്വരീയ സങ്കല്പം, അത് ഇത് അല്ലെങ്കിൽ ബ്രഹ്മം, എല്ലാറ്റിനും നമ്മൾ ഇതാണ് ആത്മീയത എന്ന വഴിയിൽ നിന്ന് ഗുരു നിരീക്ഷകൻ എന്ന വഴിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ നിരീക്ഷകനിലേക്കുള്ള മാർഗങ്ങൾ അത് നമ്മളിൽ തന്നെ, നമ്മുടെ സത്തയില് നമ്മളിൽ കുടികൊള്ളുകയാണ്. അതിലേക്കുള്ള വഴിയാണ് ഗുരു വെട്ടി തുറന്നു തരുന്നത്. ആ പാതയിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. നമുക്ക് എല്ലാവർക്കും ആ സത്തയിലേക്ക് എത്താനുള്ള ആ അനുഗ്രഹം, ആ ഗുരുബോധ ബന്ധുക്കളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരി ഓം.